ഉത്തർപ്രദേശിലെ സംഭാലിൽ വീണ്ടും അപ്രതീക്ഷിത നീക്കങ്ങളുമായി യോഗി സർക്കാർ. ജുമാ മസ്ജിദിന് സമീപമുള്ള ശ്മശാന ഭൂമിയിലെ കയ്യേറ്റങ്ങൾ കണ്ടെത്താൻ റവന്യൂ വകുപ്പ് അളവ് നടപടികൾ ആരംഭിച്ചു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹത്തെയാണ് പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്നത്. എന്താണ് സംഭാലിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നോക്കാം. സംഭാൽ ജില്ലയിലെ ജുമാ മസ്ജിദിന് സമീപമുള്ള 8 ബിഗ വരുന്ന ശ്മശാന ഭൂമിയിലാണ് ചൊവ്വാഴ്ച മുതൽ സർവേ നടപടികൾ തുടങ്ങിയത്. ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഭൂമി അളക്കാൻ ഉപയോഗിക്കുന്ന പരമ്പരാഗതമായ ഒരു യൂണിറ്റാണ് ബിഗ എന്നത്. അപ്പോൾ അത്തരത്തിൽ 8 ബിഗ വരുന്ന ശ്മശാന ഭൂമിയിലാണ് ചൊവ്വാഴ്ച മുതൽ സർവേ നടപടികൾ തുടങ്ങിയത്. ഈ ഭൂമിയിൽ വൻതോതിൽ അനധികൃത കയ്യേറ്റം നടന്നിട്ടുണ്ടെന്ന പരാതിയെ തുടർന്നാണ് റവന്യൂ വകുപ്പിന്റെ ഈ നീക്കം. പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് സെമിത്തേരിയുടെ ഭാഗമായ ഭൂമിയിൽ 20-ലധികം വീടുകളും കടകളും നിയമവിരുദ്ധമായി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഭൂമി കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്താനും കയ്യേറ്റം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അവ അടിയന്തരമായി ഒഴിപ്പിക്കാനുമാണ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. കുറ്റക്കാർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉത്തർപ്രദേശ് സർക്കാർ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഈ വിഷയത്തിന് മറ്റൊരു വശം കൂടിയുണ്ട്. പ്രശസ്തമായ ഹരിഹർ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ഭൂമിയിലാണ് ഈ സർവേ നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ വിഷയം അതീവ ഗൗരവകരമാണ്. നേരത്തെയും ഈ പ്രദേശത്തെ ചൊല്ലി തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഭരണപരമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി അതിനാവശ്യമുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി റവന്യൂ ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്ഥലത്തെത്തിയിരിക്കുന്നത്. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് സംഭാലിൽ ഒരുക്കിയിരിക്കുന്നത്. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉൾപ്പെടെ 500-ലധികം പോലീസുകാരെ പ്രദേശത്ത് ഇതിനോടകം തന്നെ വിന്യസിച്ചു കഴിഞ്ഞു. ക്രമസമാധാന നില തകരാതിരിക്കാൻ പൊതുജനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശ്മശാന ഭൂമിയിലേക്കുള്ള പ്രവേശനം നിലവിൽ അധികൃതർ നിയന്ത്രിച്ചിരിക്കുകയാണ്. കിംവദന്തികൾ പടരാതിരിക്കാനും സംഘർഷങ്ങൾ ഒഴിവാക്കാനും സേന അതീവ ജാഗ്രതയിലാണ്. ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് പരാതികളിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് യോഗി സർക്കാർ സ്വീകരിച്ചു വരുന്നത്. സംഭാലിലെ ഈ നടപടി കൃത്യമായ നിയമപരിധിക്കുള്ളിൽ നിന്നാണെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. സർവേ റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ.